നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം വളരെ വേഗം പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം ഇന്ന്. യോഗം ചേരുന്നത് പരാജയം സംബന്ധിച്ച CPIയുടെയും CPMന്റെയും ഭിന്നാഭിപ്രായങ്ങൾക്കിടെ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായെന്ന CPI വിലയിരുത്തലിൽ പരിശോധനയുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. 2 ജീവനക്കാരുടെയും മൊഴിയെടുത്തു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞു. 4 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്. കുടിവെള്ള പൈപ്പ് പൊട്ടിയ കൊച്ചിയിൽ പ്രതിസന്ധി തുടരുന്നു. തമ്മനം, കലൂർ, പാലാരിവട്ടം മേഖലയിൽ വെള്ളം മുടങ്ങി. പൈപ്പ് പൊട്ടിയത് മെട്രോ പൈലിങ്ങിനിടെ. പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ന് യോഗം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന ബിബിജി റാംജി ബിൽ ലോക്സഭയുടെ അജണ്ടയിൽ. നീക്കത്തിനെതിരെ പ്രതിപക്ഷം. പുതിയ വ്യവസ്ഥയിൽ 40% വിഹിതം സംസ്ഥാനങ്ങളുടെ ബാധ്യത. പാലക്കാട് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചവരെ പുറത്താക്കി. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അംഗം കാജ ഹുസൈൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദാം ഹുസൈൻ, വണ്ടാഴി പഞ്ചായത്ത് മുൻ അംഗം ഷാനവാസ് സുലൈമാൻ എന്നിവരെയാണ് പുറത്താക്കിയത്. മസാല ബോണ്ടിനെതിരെ കിഫ്ബി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. നോട്ടീസിലെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്ന് EDയുടെ റിപ്പോർട്ട്. എന്നാൽ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാനാണ് പണം ചിലവഴിച്ചതെന്നാണ് കിഫ്ബിയുടെ നിലപാട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടിക്ക് തുടക്കം. 8ാം പ്രതി ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകുക. അപ്പീൽ സാധ്യത റിപ്പോർട്ട് ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിലെ 1ാം പ്രതിയായ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ നടപടി. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണയെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം, കൃഷി, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കരാറിൽ ഇന്ത്യയും ജോർദാനും ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കി അമേരിക്കൻ പ്രതിനിധികളും യൂറോപ്യൻ നേതാക്കളും. സെലൻസ്കി വീണ്ടും US യൂറോപ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി. യുദ്ധം അവസാനിപ്പിച്ചാൽ യുക്രൈന് സംരക്ഷണം നൽകുമെന്ന് US ഉറപ്പ് നൽകിയിട്ടുണ്ട്. മെസ്സി ഇന്ന് റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിക്കും. ഇന്നലെ ഡൽഹിയിൽ സന്ദർശനം പൂർത്തിയാക്കിയ മെസ്സി ജാംനഗറിലെത്തിയിരുന്നു. ആനന്ദ് അംബാനിയുടെ ക്ഷണപ്രകാരമാണ് വൻതാരനെത്തുന്നത്. IPL മിനി താരലേലം ഇന്ന് ദുബായിൽ. 10 ടീമുകളിലായി 77 പേർക്ക് അവസരം. 350 താരങ്ങൾ അന്തിമ ലേലപ്പട്ടികയിൽ. പ്രതീക്ഷയോടെ 11 മലയാളി താരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്തു. 2 ജീവനക്കാരുടെയും മൊഴിയെടുത്തു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു മെല്ലപ്പോക്ക് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വലിയ വിമർശനത്തിന് മറ്റും ഇടയാക്കിയിരുന്നു. ഇപ്പോഴത്തെ ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒഴിഞ്ഞ ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമില്ല എന്നായിരുന്നു പരാതി. ഇപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുകയാണോ അന്വേഷണ സംഘം?
ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയെ, ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതിയെ, PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ മൊഴിയെടുക്കാനായി ഇവരെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം ദേവസ്വം വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥരും SITയുടെ സംശയനിഴലിലുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് SITയുടെ സംശയം. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരിൽ ചിലർ വിദേശയാത്രകൾ നടത്തിയതിന്റെ സൂചനകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതടക്കമുള്ള ദിശകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്താണ് ഈ വിവാദങ്ങൾക്ക് കാരണമായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിന് ഈ കസ്റ്റോഡിയൻ 40 വർഷത്തേക്ക് ഈ അവിടുത്തെ എല്ലാ അറ്റകുറ്റപ്പണികളുടെയും കസ്റ്റോഡിയൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നതിനാലാണ് അദ്ദേഹത്തിന് അത് കൈമാറിയത് എന്ന വിശദീകരണമായിരുന്നു നേരത്തെ PS പ്രശാന്ത് മാധ്യമങ്ങളോടക്കം നടത്തിയത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത്തരം ദ്വാരപാലക ശില്പവും അതോടൊപ്പം സ്വർണ്ണപ്പാളിയും അത് മറ്റ് എല്ലാ പ്രധാനപ്പെട്ട, അതായത് 3 തരത്തിൽ തട്ടിപ്പ് നടത്താൻ ഇടവരുന്ന തരത്തിൽ പ്രധാനപ്പെട്ട ശില്പങ്ങൾ കൊടുത്ത് വിടുന്നതിൽ ഗൂഢാലോചന നേരത്തെ തന്നെ നടന്നിരുന്നോ എന്നാണ് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തുവിടുന്നതിനിടയിലാണോ ഈ സ്വർണം ഉരുക്കി മാറ്റിയത്? അത് ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണോ? കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾക്കോ അധ്യക്ഷനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നോ? മിനിറ്റ്സിൽ കൃത്യമായി സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ളത് ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ പരിശോധന SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കഴിഞ്ഞ ഭരണസമിതിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു ചോദ്യം ചെയ്യലിന്റെ രൂപത്തിലേക്ക് മാറുമോ എന്നതിലാണ് ഇനിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിക്കെതിരെയും വലിയ തരത്തിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റൊരു നടപടികൾക്കുമായി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നില്ല. അതേസമയം അന്വേഷണം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കഴിഞ്ഞ ഭരണസമിതിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള സുപ്രധാനമായ ഒരു തീരുമാനം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഡാന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുക്കും. ഇതിനിടയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഇന്നലെ രമേശ് ചെന്നിത്തല, നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു കേസിൽ വലിയൊരു ആരോപണത്തിൽ മൊഴി നൽകിയിരുന്നു. ഒരു വ്യവസായിയാണ് ഈ വിവരം അറിയിച്ചതെന്നൊക്കെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. 500 കോടിയുടെ ഇടപാടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്തതിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ആഗോള സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടതാണ് ശബരിമല വിഷയമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്ന ആരോപണങ്ങളിൽ SITക്ക് കുരുക്കായി മാറുന്നത്, അല്ലെങ്കിൽ SITയുടെ മുമ്പിൽ വെല്ലുവിളിയായി മാറുന്നത് ഒരു കാര്യമാണ്. അതായത് ഈ തൊണ്ടി മുതൽ എവിടെ, ഈ കട്ടുകൊണ്ടുപോയ മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെ, ആ സ്വർണ്ണമല്ല വീണ്ടെടുത്തിരിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ സ്വർണം എവിടെ പോയി? അമൂല്യ തരത്തിലുള്ള ഒരു ശേഖരണമായി അതിനെ കണ്ടുകൊണ്ട് അത് പുറത്തെത്തിച്ച് വിൽപ്പന നടത്താനുള്ളൊരു നീക്കം ഈ തട്ടിപ്പ് സംഘം നടത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് രമേശ് ചെന്നിത്തല പങ്കുവച്ചിരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായി അദ്ദേഹത്തോട് പങ്കുവച്ച ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി രമേശ് ചെന്നിത്തല SITക്ക് കൈമാറിയിട്ടുണ്ട്. ഒരുപക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അത് ആരാണെന്നോ അദ്ദേഹം എവിടെയാണുള്ളതെന്നോ എപ്പോഴാണ് ഇത് പറഞ്ഞതെന്നോ ഒന്നും രമേശ് ചെന്നിത്തല പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. കാരണം അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന ഒരു കാര്യമായതിനാൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും ഈ വ്യവസായിയിൽ നിന്ന് ഇത്തരം സൂചനകൾ, ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ രമേശ് ചെന്നിത്തല കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വ്യവസായിയിൽ നടക്കം SIT വിവരങ്ങൾ ശേഖരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന രാഷ്ട്രീയമായ വലിയ സമ്മർദ്ദങ്ങൾ, അതോടൊപ്പം അത് തീർത്തിരുന്ന ഊഹാപോഹങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലമാണ് നിലവിൽ. ആ ഒരു സാഹചര്യത്തിൽ പരമാവധി അന്വേഷണം അതിന്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി സമയപരിധി നീട്ടി നൽകിയിരുന്നു. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ തന്നെ പരമാവധി ആളുകളെ ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള വലിയൊരു ദൗത്യമാണ് ബാക്കിയാകുന്നത്. അതായത് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം കൃത്യമായി തന്നെ SIT കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ
ഇതിന്റെ സാമ്പത്തിക ലാഭം പറ്റിയതിൽ, അതായത് ഇതിന്റെ വിഹിതം പറ്റിയവരിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. അത് തേടിയാണ് ഈ പരിശോധന മറ്റ് തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. അതോടൊപ്പമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ദേവസ്വം വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് SIT കണ്ടെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ ചില വിദേശ യാത്രകളിൽ അടക്കം SITക്ക് സംശയമുണ്ട്. ആ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം വീണ്ടും സജീവമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക് ഡാൻ ഗുര്യൻ തന്നെയാണ് മറ്റൊരു വാർത്ത നൽകുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ തകർപ്പൻ ജയം അത് വലിയ ആത്മവിശ്വാസം ആ സംവിധാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന് പിന്നാലെ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ കോൺഗ്രസ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KPCC സെക്രട്ടറിമാരുടെ DC അധ്യക്ഷന്മാരുടെയും പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. KPCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണയായത്. തലസ്ഥാനത്ത് N ശക്തന് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഡാൻ ഗുര്യൻ ചേരുന്നു. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ജംബോ കമ്മിറ്റി എന്ന ആക്ഷേപം പലതവണ കേട്ടതാണ് കോൺഗ്രസ്. ഇപ്പോൾ ഒരു പുതിയ ഊർജ്ജമാണ് ആ പാർട്ടിക്ക്, സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുപലകയായി കാണുന്നവരുണ്ട്. അത് ആ തരത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് ആ ഒരു ആവേശം പുനഃസംഘടനയിലും കൊണ്ടുവരാനുള്ള നീക്കത്തിലാണോ ഇപ്പോൾ പാർട്ടി? ശേഷിക്കുന്ന പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ സമയം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന സമയമാണെന്ന തിരിച്ചറിവിലാണ് എത്രയും പെട്ടെന്ന് തന്നെ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് അന്തിമ ചിത്രം തെളിഞ്ഞിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം അടക്കം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 100 പേർക്ക് മുകളിലുള്ള ഒരു KPCC സെക്രട്ടറിമാരുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. ഒരുപക്ഷെ 100-നും 120-നും ഇടയിൽ സെക്രട്ടറിമാർ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം DCC അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ മറ്റ് ജില്ലകളിലൊക്കെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിലും തിരുവനന്തപുരത്ത് N ശക്തൻ സ്ഥാനമൊഴിയുന്നു, അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് തുടരാനെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ തൽക്കാലത്തേക്ക് തുടരാൻ നേതൃത്വം തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം തിരുവനന്തപുരം DCC അധ്യക്ഷൻ ശക്തന് പകരക്കാനായി ആര് വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെമ്പഴന്തി അനിലിന് വേണ്ടി ശക്തമായ വാദമാണ് ഉന്നയിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ട് മറ്റു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നതാണ് തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ ഒരു അനിശ്ചിതത്വത്തിന് കാരണം. എന്തായാലും ആ തർക്കങ്ങൾ ഉടൻ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കിടക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക, അതായത് അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഈ KPCC ഭാരവാഹികളുടെ ചുമതല നൽകി അവരുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന്റെ ഭാഗമായാണ്, അതിന് മുന്നോടിയായിട്ടാണ് പുനഃസംഘടനാ നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തുകയും പുനഃസംഘടനാ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതെന്നാണ് സൂചന. ഇതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സജീവമാകുന്നു. കൃത്യമായ സമയം ഇതാണ് എന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട്. കാരണം ഒരു ആത്മവിശ്വാസത്തിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും മറ്റും. അതനുസരിച്ചുള്ള മാറ്റം അവരുടെ സംഘടനാ തലത്തിലുണ്ടായാൽ അത് നൽകുന്ന വിശ്വാസം ചെറുതാവില്ല പ്രവർത്തകർക്കും മറ്റും. അതാണ് ഡാൻ ഗുര്യൻ പങ്കുവച്ചത്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായില്ലെന്ന CPMന്റെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്ന CPIയുടെയും വിലയിരുത്തലുകൾക്കിടെ ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനാണ് യോഗം. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ആഘാതം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നിവ സംബന്ധിച്ചും CPMനും CPIക്കും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഇത് മുന്നണി യോഗത്തിൽ പ്രതിഫലിക്കും. തിരിച്ചടി മറികടക്കാനുള്ള വഴികളും യോഗം ചർച്ച ചെയ്യും. രാവിലെ 10:30-ക്കാണ് തിരുവനന്തപുരത്ത് യോഗം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇതിപ്പോൾ മുന്നണിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. ഇടതുമുന്നണി എന്ന് പറയുമ്പോഴും രണ്ടും തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ കൃത്യമായി തന്നെ CPI ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് അതേ ആർജവത്തോടു കൂടി LDFലും ആവർത്തിക്കുമോ അവർ?
രഞ്ജിത്ത്, ഒരു കാര്യം CPM-നും CPI-ക്കും ഒറ്റ അഭിപ്രായമുള്ളത് തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കണക്കുകൾ നിരത്തുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ മേൽക്കൈയുണ്ട്, ഈ സീറ്റുകൾക്ക് അപ്പുറത്തേക്കുള്ള മേൽക്കൈയുണ്ടെന്ന ഇരു പാർട്ടികൾ അവകാശപ്പെടുമ്പോഴും തോൽവിയുണ്ട്, കനത്ത തോൽവി തന്നെ ഉണ്ടായെന്ന് ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പരാജയ കാരണങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായമുള്ളത്. ഭരണവിരുദ്ധ വികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം CPM-ഉം CPI-യും വലിയ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലാണ്, പ്രാഥമിക വിലയിരുത്തലാണ്. പൂർണ്ണമായും അത് ആ നിലയിലേക്ക് CPM-ന്റെ നിലപാട് പിന്നീടെത്തുപോകുന്ന വ്യക്തമല്ല. പക്ഷെ ഇപ്പോൾ ഇന്നലെ ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് സമ്മതിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് നേതൃത്വത്തിലെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ CPI ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഭരണവിരുദ്ധ വികാരം ഏറിയും കുറഞ്ഞും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്നലെ വിലയിരുത്തിയത്. അത് തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുമെന്ന മുന്നറിയിപ്പും CPI നൽകുന്നു. ഇന്ന് മുന്നണി യോഗം വരുമ്പോൾ ഈ വിഷയത്തിൽ വിശദമായ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന കാര്യമാണ്. അതിലും രണ്ട് പാർട്ടികൾക്കും രണ്ട് അഭിപ്രായമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടേയില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറയുന്നു. അതിന് അദ്ദേഹം ചില കണക്കുകളും നിരത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പന്തളം ഉൾപ്പെടെ ശബരിമല ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കുളനടയും അതുമായി ബന്ധപ്പെട്ട ആ ഭാഗങ്ങളിലുമൊക്കെ എന്തുകൊണ്ട് BJP വലിയ പിന്നിലോട്ട് പോയി? ശബരിമല സ്വർണ്ണക്കൊള്ള ഏശിയിരുന്നുവെങ്കിൽ വലിയ മുന്നേറ്റം BJPക്ക് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുമായിരുന്നില്ല. തിരുവനന്തപുരത്ത് BJP നഗരഭരണം പിടിച്ചെന്ന് പറയുമ്പോഴും അവിടെ 41 സീറ്റുകളിൽ കോൺഗ്രസിന്റെ വോട്ട് 1000 താഴെയാണ്. അവിടെ കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് CPM-ന് ഭരണത്തിലേക്ക് എത്താൻ കഴിയാതിരുന്നത്. മാത്രമല്ല 6 സീറ്റുകളിൽ CPM-ന്റെ ഭൂരിപക്ഷം 2 മുതൽ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി തോറ്റത് 2 മുതൽ 50 വരെ വോട്ടുകൾക്കാണ്. ആ സീറ്റുകൾ ഇടതുമുന്നണിയിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ ചെറിയ വോട്ടുകൾക്ക് അവിടെ പരാജയമുണ്ടായി. അതുകൊണ്ട് തന്നെ ശബരിമല വികാരം ഏശിയിട്ടില്ല, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെയുള്ള വികാരം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. അമ്പല നഗരങ്ങളിൽ കൊടുങ്ങല്ലൂർ അടക്കമുള്ളവ ഉദാഹരണമാക്കി CPM സംസ്ഥാന സെക്രട്ടറി ഇതിനെ വാദിച്ചത് അത്തരം നഗരങ്ങളിൽ പോലും, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട നഗരങ്ങളിൽ പോലും BJPക്ക് കാര്യമായ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രചരണം ശക്തമായി ഉണ്ടായിരുന്നു ഒഴിച്ചാൽ അവിടെ കാര്യമായ തിരിച്ചടി ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് CPM-ന്റെ പ്രാഥമിക വിലയിരുത്തൽ. പക്ഷേ CPI തള്ളിക്കളയുന്നു. ശബരിമല ശക്തമായ ഒരു എതിർവികാരമായി തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും രണ്ട് പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കൾ, ഒരാൾ നേതൃത്വത്തിൽ അത്ര ഉയർന്ന പദവി അല്ലെങ്കിൽ പോലും N. വാസു ഉദ്യോഗസ്ഥ തലത്തിൽ ഭരണതലത്തിലൊക്കെ CPI വളരെ വേണ്ടപ്പെട്ട ഉന്നത പദവികൾ നൽകിയ ആളായിരുന്നു. അതിനുമപ്പുറത്തേക്ക് A. പത്മകുമാർ എന്ന CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ഈ ജയിലിലായിട്ടും പുറത്താക്കാൻ CPM നടപടിയെടുത്തിട്ടില്ല. അത് ഇന്നും ഇന്നലെയും M. ഗോവിന്ദൻ പറഞ്ഞത് കുറ്റപത്രം വരാതെ നടപടി എടുക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. അത്തരം വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് വിശദമായി പരിശോധിക്കണമെന്ന ആവശ്യമാണ് CPI-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. മറ്റൊന്ന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. UDF-ന് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചു എന്ന് CPI കാണുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ന്യൂനപക്ഷങ്ങൾ വലത്തേക്ക് പൂർണ്ണമായും ചായുന്നു. ഇടതുപക്ഷത്തേക്ക് അടുത്തുകൊണ്ടിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പോലും UDF-നെ വിശ്വസിക്കുന്നു എന്ന ഒരു കണക്ക് നേരത്തെ CPM കണ്ടതാണ്. അതിനുശേഷമാണ് CPM അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിൽ തന്നെ മാറ്റം വരുത്തിയത്. തങ്ങളുടെ അടിസ്ഥാന വോട്ടായ ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അവിടെയും പിഴച്ചു. ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി ആകർഷിക്കാൻ ശ്രമിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അകറ്റുന്നതായി CPM-ന്റെ ഇടതുമുന്നണിയുടെ നീക്കങ്ങളെന്ന വിലയിരുത്തലാണ് CPI-ക്കുള്ളത്. പ്രത്യേകിച്ചും അവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ, മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ പോലും തിരിച്ചടിയായി. മാത്രമല്ല വെള്ളാപ്പള്ളിയോടുള്ള CPM-ന്റെ മുഖ്യമന്ത്രിയുടെ സമീപനവും ഈ തിരിച്ചടിക്ക് ആഘാതം കൂട്ടി, ആക്കം കൂട്ടി എന്ന വിലയിരുത്തലാണ് CPI-ക്കുള്ളത്. അതും CPM ഈ ഘട്ടത്തിൽ അംഗീകരിക്കുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ വിരുദ്ധമായെങ്കിൽ, എതിരായെങ്കിൽ എങ്ങനെ മലപ്പുറത്ത് 10 ലക്ഷം വോട്ടുകൾ മുന്നണി കിട്ടിയെന്ന ചോദ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഇരു പാർട്ടികളും തമ്മിൽ കടുത്ത ഭിന്നതയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത്. CPM-ന്റെ നിലപാടല്ല ഈ 3 കാര്യങ്ങളിലും CPI-ക്കുള്ളത്. ആ കാര്യങ്ങൾ അവർ ഇന്നത്തെ യോഗത്തിലും അവതരിപ്പിക്കും. മറ്റു ഘടകകക്ഷികൾക്കും സ്വാഭാവികമായി അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. ശബരിമല അടക്കമുള്ളവ തിരിച്ചടിയായെന്ന സൂചനകൾ തന്നെയാണ് ജനതാ പാർട്ടികൾക്കടക്കമുള്ളത്. MV ശ്രേംസ്കുമാറൊക്കെ നേരത്തെ ഈ ശബരിമലയെ ബന്ധപ്പെട്ട, സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട ഒരു പാരഡി ഗാനം വിഷ്ണുനാഥ് പാടിയതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചൊക്കെ നേരത്തെ അത് വലിയ ചർച്ചയായതാണ്. അങ്ങനെ ആ പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. എങ്ങനെ ഈ തിരിച്ചടിയിൽ നിന്ന് മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയമാണുള്ളത്. ഇത് തിരുത്താൻ ഉള്ള സമയം വളരെ കുറവാണ് ഇടതുമുന്നണിക്ക്. അതിനുള്ളിൽ തിരുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇടതുമുന്നണിക്ക് മുന്നിലുള്ളത്.
എന്നുള്ളത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ യോഗമാണെന്ന് ചേരാൻ പോകുന്നത്. ഇതിനിടെ മുന്നണി മാറ്റ ചർച്ചകളുമൊക്കെ സജീവമാണ്. UDF വിപുലീകരിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുമൊക്കെ ലീഗ് നേതാക്കളുമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർ ലക്ഷ്യമിടുന്നത് MV ശ്യാംസ്കുമാറിന്റെ പാർട്ടിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെയുമാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ആ സാധ്യതകൾ തള്ളിക്കളഞ്ഞുവെങ്കിൽ പോലും അത്തരം ചർച്ചകളും സജീവമാണ്. ഏതായാലും വളരെ നിർണായകമായ മുന്നണി യോഗം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് 10:30 AK സെന്ററിൽ ആരംഭിക്കും. അരുണ, ഇന്നലെ ഈ CPIയുടെ വിമർശനം അത് ഒരുപക്ഷെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാവാം. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ പ്രചാരണം, ഒപ്പം ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർക്ക് മനസ്സിലാകാത്തത് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അപ്പോഴും എന്താണ് പ്രശ്നം? തോറ്റിട്ടില്ല എന്ന തരത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. കാര്യമായ തോൽവിയില്ല എന്ന് പറയുന്നു. അടിത്തറ ഇളകിയില്ല എന്ന് പറയുന്നു. ഒപ്പം മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. എന്ത് ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? വോട്ട് കണക്കാണ് MV ഗോവിന്ദന്റെ അത്തരമൊരു നിലപാടിന്, അത്തരമൊരു വിലയിരുത്തലിന്, വിശകലനത്തിന് അടിസ്ഥാനം. 58 നിയമസഭാ സീറ്റുകളിൽ 58 എന്നത് ഇന്നലെ ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചാണ്. പക്ഷേ CPM കണക്കിൽ അത് അല്പം കൂടി മുകളിലേക്ക് പോകും. 58 ആണെങ്കിൽ പോലും ഇത് വലിയൊരു തിരിച്ചടിയാണോ എന്നാണ് MV ഗോവിന്ദൻ ചോദിക്കുന്നത്. മാത്രമല്ല, ഈ തിരുവനന്തപുരം ജില്ലയുടെ ഒരു കണക്കെടുത്ത് തിരുവനന്തപുരത്ത് വലിയ തിരിച്ചടി ഏറ്റുവെന്ന് കണക്കാക്കുകയാണ്. അവിടെ എടുത്താൽ തന്നെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. 2 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് കോൺഗ്രസ്. നേരത്തെ ഒന്നാണ് അവർക്കുണ്ടായിരുന്നത്. ഒരു മണ്ഡലത്തിൽ കൂടി അവർ മുന്നിൽ വന്നു. അങ്ങനെ 2, 10, 2, 2 എന്നുള്ളതാണ്. BJPക്കും 2 നിയമസഭാ മണ്ഡലം, വട്ടിയൂർക്കാവ് നിയമത്തും അവർക്ക് മുൻകൈയുണ്ട്. അങ്ങനെ 14 നിയമസഭാ മണ്ഡലം തിരുവനന്തപുരത്ത് മാത്രം എടുത്താൽ 10 ഇപ്പോഴും ഇടതുമുന്നണിയുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ ജില്ലാ പഞ്ചായത്തുകളാണ്. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വോട്ടെടുപ്പാണ് രാഷ്ട്രീയമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നാണ് CPMന്റെ അഭിപ്രായം. ഏറെക്കുറെ ശരിയുമാണ്. മറ്റൊക്കെ പ്രാദേശിക വിഷയങ്ങൾക്കാണ് കൂടുതൽ പരിഗണന ഈ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും നഗരസഭാ വാർഡുകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴും ആ ജില്ലാ പഞ്ചായത്ത് കണക്ക് നോക്കുമ്പോഴും വലിയൊരു മുൻകൈ ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ നഗരസഭയിൽ വലിയൊരു മുന്നേറ്റം BJP ഉണ്ടാക്കുമ്പോഴും അവിടെ വോട്ടുകളുടെ എണ്ണത്തിൽ CPM ആണ്, ഇടതുമുന്നണിയാണ് മുന്നിൽ. രണ്ടാമത് BJP, മൂന്നാമത് കോൺഗ്രസുമാണ് തിരുവനന്തപുരം നഗരസഭയിലെ വോട്ട് കണക്കിൽ. അത്തരം കണക്കുകളാണ് ഇപ്പോൾ CPM ഒരു ആശ്വാസം എന്ന നിലയിൽ CPM നേതൃത്വം പറയുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ, വോട്ട് കണക്ക് നോക്കുമ്പോൾ, ജില്ലാ പഞ്ചായത്തുകളിലെ രാഷ്ട്രീയ സ്വഭാവം നോക്കുമ്പോൾ, അവിടെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഇടതുമുന്നണിക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടായിട്ടില്ല. അത് മധ്യ കേരളത്തിലും മലപ്പുറത്തുമാണ് ഒരു തിരിച്ചടി ഉണ്ടായതായി CPM അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മധ്യ കേരളത്തിലും മലപ്പുറത്തുമാണ് തിരിച്ചടി ഉണ്ടായതായി CPM വലിയ തിരിച്ചടി ഉണ്ടായി കണക്കാക്കുന്നത്. അവിടെ പ്രത്യേക പരിശോധന നടത്തുമെന്ന് CPM വ്യക്തമാക്കുന്നുണ്ട്. മധ്യ കേരളം നമുക്കറിയാം കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഉണ്ടായതുകൊണ്ടാണ് 2020 വലിയ നേട്ടം ഇടതുമുന്നണിക്ക് ലഭിച്ചത്. പക്ഷേ അവർ ഇപ്പോൾ ഉണ്ടായിട്ടും അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അത് പ്രത്യേകം CPM പരിശോധിക്കും, ഇടതുമുന്നണി പരിശോധിക്കും. മലപ്പുറത്ത് ഒരു ക്ലീൻ സ്വീപ്പിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് UDF അവിടെ വലിയ വിജയമുണ്ടാക്കുന്നു. അതിലും പ്രത്യേക പരിശോധന. 10 ലക്ഷം വോട്ടിന്റെ കണക്ക് പറയുമ്പോഴും അവിടെ പരാജയമുണ്ടായി, വലിയ തിരിച്ചടിയുണ്ടെന്ന് CPM സമ്മതിക്കുന്നു. തിരുവനന്തപുരത്തെ വോട്ട് കണക്ക് നേരത്തെ പറഞ്ഞതാണ്. സമാനമായി തന്നെയാണ് കൊല്ലത്തും നഗരമേഖലകളിലാണ് വലിയ തിരിച്ചടി CPMനുണ്ടായത്. പക്ഷേ ഗ്രാമീണ മേഖലകളിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ അത്ര ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന കണക്കാണ് CPM നേതൃത്വത്തിന് മുൻപാകെ ഉള്ളത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്ന ഈ കണക്കുകൾ തന്നെയാണ്. നഗരസഭയിൽ വലിയ തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം കണക്കുകൾ കൂടി പരിശോധിച്ചുകൊണ്ടുള്ള തിരുത്തലിലാകും CPM പോവുക. പക്ഷേ മുന്നണി യോഗത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരം ഇത്രയധികം ഉണ്ടെന്ന് CPI പറയുമ്പോഴും പൊതുജനങ്ങൾക്ക്, സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇങ്ങനെ തിരിച്ചടി ഉണ്ടാകേണ്ടത്. കാരണം സർക്കാർ വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതൊക്കെ ഉണ്ടായിട്ടും അതിനൊക്കെ മറികടന്നുള്ള ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ അതിന് എന്താണ് കാരണം? ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായിട്ടില്ല എന്ന് CPM പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയായിട്ടില്ല, അല്ലെങ്കിൽ അത് തിരിച്ചടിയായിട്ടില്ല എന്ന് CPM പറയുന്നു. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു പരാജയം, ചരിത്രത്തിലില്ലാത്ത വിധമുള്ളൊരു പരാജയത്തിലേക്ക് സംസ്ഥാനത്തെ ഇടതുമുന്നണി, അതും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പോയെന്ന ചോദ്യമാണ് മുന്നണി നേതൃത്വത്തിന് മുൻപാകെ ഉള്ളത്. അതിനുള്ള ഉത്തരം തേടുകയാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. അവിടെ CPMന്റെയും CPIയുടെയും അഭിപ്രായങ്ങൾ ചർച്ചയ്ക്ക് വരും. തീർച്ചയായും അതാണ് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരാജയം വിലയിരുത്താനുള്ള ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിനായി ചരടുവലി മുറുകുന്നു. സാമുദായിക നേതാക്കളെ ഉപയോഗിച്ച് കസേര ഉറപ്പിക്കാനാണ് നീക്കം. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന 3 പേരും ജയിച്ചത് UDFനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് മേയർ സ്ഥാനത്തിനായി ചരടുവലിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്
ദീപ്തി മേരി വർഗീസ് തന്നെയാണ് പ്രാധാന്യമുള്ളത്. പക്ഷെ അപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടാകുന്നുണ്ടോ? കൊച്ചി മേയർ സ്ഥാനമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ കൂടുതൽ നേതാക്കൾ ഉണ്ടാകാം ആശിക്കുന്നവരായി. ദീപ്തിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താനാണോ സാധ്യത, അതോ മറ്റു പേരുകൾ പരിഗണിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, സംസ്ഥാന നേതാക്കൾ കൂടുതൽ പരിഗണിക്കുന്ന ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് പ്രത്യേകിച്ചും പരിഗണിക്കുന്ന. അവരുടെ നിർദ്ദേശം അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഈ ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയിലെ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു ലേഡി എന്നുള്ള നിലയിൽ വനിതാ സംവരണമാണ് കൊച്ചി മേയർ സ്ഥാനം, വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 സ്ഥാനാർത്ഥികളെ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അതായത് ഈ മേയർ സ്ഥാനത്തേക്ക് 3 പ്രതീക്ഷിച്ചിരുന്ന 3 സ്ഥാനാർത്ഥികൾ വിജയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന് VK മിനിമോളാണ്. മിനിമോൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്. അവരുടെയും പേര് നേരത്തെ തന്നെ, അതായത് മിനിമോൾ ജയിച്ചാൽ മിനിമോൾ തന്നെ മേയർ ആകുമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനൊപ്പം ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഷൈനി മാത്യുവും രംഗത്തുണ്ട്. ഈ 3 പേരുമാണ്. 3 പേരുകളിൽ ആര് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നേതൃസ്ഥാനത്തിലിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ദീപ്തി മേരി വർഗീസിനുള്ള സാധ്യതയേറെയാണ്. സംസ്ഥാന നേതാക്കളും സജസ്റ്റ് ചെയ്യുന്ന ഒരു പേരും അത് തന്നെയാണ്. അതേസമയം ഈ 2 പേരും VK മിനിമോളും അതുപോലെ ദീപ്തി മേരി വർഗീസും ഒരേ ഇടവകക്കാരായതുകൊണ്ടും ഈ സാമുദായിക സമവാക്യങ്ങൾ ഇവിടെ അങ്ങോട്ട് വിലപ്പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ വിവിധ സമുദായ നേതാക്കളെ ഉപയോഗിച്ച് അത് അവരുടെ അവരെ കൊണ്ട് ഇമ്പോസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മേയർ സ്ഥാനത്തിലേക്ക് വരാൻ ഈ 3 പേരും ഷൈനി മാത്യു, VK മിനിമോളും ദീപ്തി മേരി വർഗീസും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ശരിക്കും കോൺഗ്രസിനും UDFനും പ്രതിസന്ധിയിലാക്കിയ ഈ 3 പേരും വിജയിച്ചു വന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് എന്നുള്ള ഒരു സാഹചര്യം, ഒരു പക്ഷേ ദീപ്തി മേരി വർഗീസിനെ മേയറാക്കിയ ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ അടുത്ത ആൾക്ക് മേയർ സ്ഥാനാർത്ഥിയാകാം എന്നുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 21-ാം തീയതിക്ക് മുൻപാകെ അടിയന്തരമായിട്ട് തന്നെ ഈ ആരാണോ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആകുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനം എത്തിയേ DCCക്ക് കഴിയുകയുള്ളൂ. അതിനു മുൻപ് തന്നെ ഇതിനുള്ള തീരുമാനത്തിലെത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ്. അത് ഇതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതിൽ ഈ പറയുന്നത് പോലെ സാമുദായിക സമവാക്യങ്ങളൊക്കെ എങ്ങനെ വർക്കൗട്ട് ആകുമെന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടിട്ട് KVP കൃഷ്ണകുമാർ, ദീപക് ജോയ്, VR സുധീർ എന്നീ പേരുകളാണ് നിലവിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണനയുള്ളത്. അതുപോലെ തന്നെ ഈ 3 പേരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളിലുമാണ് DCC. ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ പുറത്താക്കിക്കൊണ്ട് അതല്ലെങ്കിൽ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് DCC ഉള്ളത്. എന്തായാലും 21-ന് മുൻപ് തന്നെ ഈ കാര്യത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഈ കാര്യത്തിൽ തീരുമാനമാക്കേണ്ടതുമുണ്ട്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സാധ്യത കാണുന്നത് ദീപ്തി മേരി വർഗീസിനാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ മിനിമോൾക്ക് അതിൽ അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളുണ്ട്. VK മിനിമോളെ ആക്കുന്നതിൻ്റെ കാര്യത്തിൽ അവർക്കും അവരുടെ പ്രവർത്തകർക്ക് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും അസ്വസ്ഥതയുണ്ട് എന്നുള്ള കാര്യത്തിലും. അതുപോലെ മറ്റൊന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യുമാണ്. അവരും ഇത്തരത്തിൽ മേയറാകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിവിധ ഭാഗങ്ങളിലും നിന്നായിട്ടും. ഈ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ദീപ്തി മേരി വർഗീസും VK മിനിമോളും ഒരേ ഇടവകയിലുള്ളതായതുകൊണ്ട് തന്നെ അതിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇവർ രണ്ടിൽ ആരായാലും അവർക്ക് ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഷൈനി മാത്യുവിൻ്റെ കാര്യമല്ല. ഷൈനി മാത്യു ആ കാര്യത്തിൽ സാമുദായിക നേതാക്കളുമായി ബന്ധപ്പെട്ട മേയർ സ്ഥാനത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടി പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം, അതിൽ നിലവിലുള്ള ഒരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് ദീപ്തി മേരി വർഗീസിനാണ്. അത് അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു മുതിർന്ന സ്ഥാനം വഹിക്കുന്ന ആളെന്നുള്ള നിലയിലും കഴിഞ്ഞ തവണ അവർ ഈ സ്റ്റേഡിയം വാർഡിൽ സിറ്റിംഗ് കൗൺസിലർ തന്നെ ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൂടി പരിഗണിച്ചിട്ട് തന്നെയാണ്. മിനിമോളും അങ്ങനെ തന്നെയായിരുന്നു. എന്നിരുന്നാലും കുറച്ചുകൂടി ഒരു തട്ട് താന്നിരിക്കുന്നത് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിൻ്റെതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന പേര് ദീപ്തി മേരി വർഗീസിൻ്റെതാണ്. പിന്നെ ഇവിടെ DCCക്കും ചില തീരുമാനങ്ങളുണ്ട്. KPCCയും ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും എന്തായാലും ആരാണ് മേയർ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോഴും DCCക്ക് അതുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷനുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന വിബീജ് ഇറാം ജി ബിൽ ലോക്സഭയുടെ അജണ്ടയിൽ. നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷം. പുതിയ വ്യവസ്ഥ പ്രകാരം 40% വിഹിതം സംസ്ഥാനങ്ങളുടെ ബാധ്യതയാകും. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. രാഗേഷ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിൽ സംശയമില്ല. അത് ഈ ഒരു പൊളിച്ചെഴുത്താണ്.
തർക്കമില്ല. അവിടെ സംസ്ഥാനങ്ങൾ കൂടുതൽ ബാധ്യതയാകുന്നുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേര് കൂടി മാറ്റപ്പെടുകയാണ് UPA സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാന അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിൽ. അതെ രഞ്ജിത്ത്, കാരണം 20 വർഷമായി ഗ്രാമീണ മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് പൂർണ്ണമായി പൊളിച്ചെഴുതുകയാണ് സർക്കാർ. പുതിയ ബില്ല് ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ലോക്സഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി, ഇന്ന് പക്ഷേ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. കാരണം മുന്നണിയിൽ NDAയിലൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത് അജണ്ടയിൽ വന്നത്. ഇന്നലെ കാര്യോപദേശക സമിതി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ 4 ബില്ലുകളാണ് കൊണ്ടുവന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ഈ ബില്ലുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷം ഇന്നലെ കാര്യോപദേശക സമിതി യോഗത്തിൽ അറിയിച്ചിരുന്നു. മറ്റ് 3 ബില്ലുകളൊക്കെ തന്നെ ഇന്നലെ ചർച്ചയ്ക്ക് വന്നെങ്കിൽ പോലും ഇന്നലെ അജണ്ടയിൽ വന്നെങ്കിലും അത് ചർച്ചയ്ക്ക് എടുത്തില്ല. ഇന്നിപ്പോൾ ഏതായാലും ലോക്സഭയിൽ കൊണ്ടുവരാൻ തന്നെയാണ് നീക്കം. പക്ഷേ പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്, ശക്തമായ എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച വേണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നടക്കം ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും എന്താണ് ഈ വിഷയത്തിൽ ഇനി സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രപിതാവിൻ്റെ പേര് മാത്രം മാറുന്നതല്ല വിഷയം, മറിച്ച് ഇതിൻ്റെ ഒരു ഘടന തന്നെ പൂർണ്ണമായി മാറുകയാണ് ഈ പുതിയ വ്യവസ്ഥകൾ പ്രകാരം. അതായത് പേരുമാറ്റത്തെ വലിയ തോതിൽ എതിർക്കുന്നുണ്ട് പ്രതിപക്ഷം. എന്തുകൊണ്ട് രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ്, ഇടതു പാർട്ടികളൊക്കെ തന്നെ ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതിനപ്പുറം ഇതിൻ്റെ ഘടനയെ തന്നെ മാറ്റുന്നുണ്ട്. കാരണം 100 പ്രവൃത്തി ദിവസം ചുരുങ്ങിയത് എന്നുള്ള 125 ആക്കുന്നുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ പോലും മറ്റ് ചില മേഖലകളൊക്കെ തന്നെ വലിയ മാറ്റം വരുന്നു. അതായത് നേരത്തെ 10% സംസ്ഥാനങ്ങൾക്ക് വിഹിതമുണ്ടായിരുന്നെങ്കിൽ അതിൽ വലിയ മാറ്റം വരികയാണ്. അത് 60:40 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. 40% സംസ്ഥാന വിഹിതം എന്ന നിലയിലേക്ക് മാറുമ്പോൾ അത് അധിക ബാധ്യതയായി സംസ്ഥാനങ്ങൾക്ക് മാറുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒക്കെ തന്നെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 2000-ലധികം കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന് വരുന്നു. സ്വാഭാവികമായും അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അക്കാര്യത്തിൽ ഒരു ആശങ്ക ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ 4 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പുതിയ ബില്ല് എന്നാണ് ഇപ്പോൾ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ജലസുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ 4 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. അതിൽ നിന്നായിരിക്കും തൊഴിൽ നൽകുക. കൂടാതെ നേരത്തെ ഡിമാൻഡിനനുസരിച്ച് പണം നൽകുന്നതായിരുന്നു പതിവെങ്കിൽ പുതിയ വ്യവസ്ഥ പ്രകാരം ഒരു നിശ്ചിത ഫണ്ട് ഉണ്ടാകും, അതിൽ നിന്ന് മാത്രം തുക അനുവദിക്കുന്ന രീതിയാകും. ഇത് വലിയ തോതിൽ ബാധിക്കും എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഇനി സർക്കാരിൻ്റെ നീക്കം എന്ത് എന്നാണ് അറിയാനുള്ളത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിശദമായ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനായി ഈ ബില്ല് കമ്മിറ്റിക്ക് വിടുന്ന നടപടിയിലേക്ക് തന്നെ സ്വീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതായാലും BJP വിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബില്ല് അവതരിപ്പിക്കും എന്ന നിലപാടിൽ തന്നെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ എല്ലാ അംഗങ്ങൾക്കും വിപ്പ് നൽകാറുള്ളത്. അത്തരം നീക്കങ്ങളൊക്കെ തന്നെ ഇന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് ഏതായാലും ഇതൊരു വലിയ തോതിൽ അത് പാസ്സാക്കിയെടുക്കത്തക്ക രീതിയിലേക്കുള്ള നീക്കം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ എതിർപ്പുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. അത് ബീഹാർ മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ ചെയ്തിയുമായി ബന്ധപ്പെട്ടാണ്. യുവതിയുടെ മുഖത്ത് നിന്ന് ഹിജാബ് വലിച്ചു നീക്കിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും വിവാദത്തിൽ. ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ നടപടി. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. രാഗേഷ്, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാർ മുഖ്യമന്ത്രിയുടെ ഇത്തരം നീക്കങ്ങൾ ആദ്യമായല്ല. നേരത്തെയും വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് നിതീഷ് കുമാർ. എന്താണ് ഇപ്പോൾ സംഭവിച്ച കാര്യം? അത് ഏത് തരത്തിലാണ് ബീഹാറിൽ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയിരിക്കുന്നത്? പ്രതിപക്ഷം വലിയ തോതിൽ പ്രതിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നടപടിക്കെതിരെ. കാരണം ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ആയുഷ് ഡോക്ടർമാരുടെ നിയമന ഉത്തരവ് കൈമാറുകയായിരുന്നു. ഏതാണ്ട് 1000-ഓളം ഡോക്ടർമാർ ഈ ചടങ്ങിനെത്തിയിരുന്നു. ഓരോരുത്തരായി നിയമന ഉത്തരവ് കൈപ്പറ്റുന്നതിനിടയിൽ റുക്സാന പർവീൻ എന്ന് പറയുന്ന ഡോക്ടറുടെ ഊഴമായിരുന്നു. അവർ വേദിയിലേക്ക് എത്തുമ്പോഴാണ് നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഹിജാബ് മുഖ്യമന്ത്രി വലിച്ചു താഴ്ത്തുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയുടെ ഈ നടപടി നടക്കുമ്പോൾ തന്നെ തൊട്ട് പുറകിലുണ്ടായിരുന്നത് ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരിയാണ്. അദ്ദേഹം തടയുന്നതും ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ നിതീഷ് കുമാർ പലപ്പോഴും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പൊതുവേദികളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഇതൊക്കെ തന്നെ പല വിധത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ വിമർശനം അന്ന് തന്നെ RJDയും കോൺഗ്രസും ഒക്കെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഏതായാലും അത്തരം
ആരോപണങ്ങൾ വീണ്ടും ബീഹാർ രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുകയാണ്. RJD ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ മാനസിക നിലയിൽ എന്തെങ്കിലും തകരാറുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായി സംഘപരിവാറുകാരനായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ RJD വിമർശിച്ചത്. കോൺഗ്രസ് ആകട്ടെ മുഖ്യമന്ത്രി പൊതുവേദിയിൽ വെച്ചൊരു സ്ത്രീയെ അപമാനിച്ചു, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. കേവലം ബീഹാറിൽ മാത്രമല്ല അതിന് ചർച്ചയും പ്രതിഷേധവും നിൽക്കുന്നത്. മറ്റു പാർട്ടികളും പ്രത്യേകിച്ച് ശിവസേന അടക്കമുള്ള കക്ഷികളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിക്രമമാണ് എന്ന പ്രതികരണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ പ്രതികരണം ഇതുവരെ ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. നിതീഷ് കുമാറും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. എന്തായിരിക്കും ഇനി BJPയും JDയും ഇക്കാര്യത്തിൽ പറയാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ഏതായാലും വീണ്ടും വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് നിതീഷ് കുമാർ. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇക്കാര്യങ്ങളിൽ വലിയ ചർച്ച ഉണ്ടായതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴും അദ്ദേഹത്തിനെതിരായി ആക്രമണം തുടരുകയാണ്. പ്രത്യേകിച്ച് പുതിയ വിവാദത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ്. ശരി, SIR നടപടികൾ പൂർത്തിയാക്കി പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗോവ, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ പേരുണ്ടോ എന്ന് വോട്ടർമാർക്ക് പരിശോധിക്കാനാകും. രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടിക കൈമാറും. ഒഴിവാക്കിയവരുടെ പട്ടികയും പ്രസിദ്ധീകരിക്കും. ഭീകരതയ്ക്കെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണയെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗം, ഊർജം, കൃഷി, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഉള്ള കരാറിൽ ഇന്ത്യയും ജോർദാനും ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കി അമേരിക്കൻ പ്രതിനിധികളും യൂറോപ്യൻ നേതാക്കളും. സെലൻസ്കി വീണ്ടും US, യൂറോപ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി. യുദ്ധം അവസാനിപ്പിച്ചാൽ യുക്രൈന് സംരക്ഷണം നൽകുമെന്ന് US ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ പുകമഞ്ഞിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 4 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. 7 ബസ്സുകളും 3 കാറുകളുമാണ് കൂട്ടിയിടിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഡൽഹി ആഗ്ര എക്സ്പ്രസ് വേയിലായിരുന്നു സംഭവം. അപകടത്തിന് പിന്നാലെ വാഹനങ്ങൾക്ക് തീപിടിച്ചു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, ഡൽഹിയിലെ കാലാവസ്ഥ പുകമഞ്ഞ് അടക്കം വലിയ പ്രശ്നമാണ്. രാവിലെയൊക്കെ കണ്ടു കാണാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ എക്സ്പ്രസ് ഹൈവേയിൽ അപകടം നടക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവതരമാണ്. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഓരോ ദിവസവും ഡൽഹിയിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം ഗോട്ട് ടൂർ 2025-ന്റെ യാത്രയുടെ ഭാഗമായിട്ട് മെസ്സി ഡൽഹിയിലേക്ക് എത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് എത്തുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഏറെ സമയം ലേറ്റായിരുന്നു. അപ്പോൾ ഇതിനും കാരണം ഡൽഹിയിലെ ഈ പുകമഞ്ഞ് തന്നെയായിരുന്നു. ഈ പുകമഞ്ഞ് കാരണം ഇത്തരത്തിൽ വിമാനങ്ങൾ വൈകുക, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് കാഴ്ച പരിമിതി ഉണ്ടാവുക എന്നീ സംഭവങ്ങളെല്ലാം അവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കാഴ്ചാ പരിമിതി കാരണം വലിയൊരു അപകടം തന്നെ ഡൽഹി എക്സ്പ്രസ് വേയിൽ ഉണ്ടായത്. ഇന്ന് രാവിലെ 4 മണിക്ക് UPയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ആദ്യം 3 കാറുകൾ കൂട്ടിയിടിക്കുകയും ഇവയ്ക്ക് പിന്നാലെ മറ്റ് 7 ബസ്സുകൾ ഇവയ്ക്ക് പുറത്തേക്ക് ഇടിച്ച് കയറുകയുമായിരുന്നു. ഈ കാറിലുണ്ടായിരുന്ന 4 യാത്രക്കാരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 20-ലധികം പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. ഇവരുടെ ചികിത്സ ഇപ്പോൾ തീവ്രമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഉയരാനും സാധ്യതയുള്ളതായിട്ട് പറയുന്നു. ഇത്തരത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് കാരണം പ്രദേശത്ത് വലിയൊരു തീപിടുത്തവും ഉണ്ടായിരുന്നു. ഈ വാഹനങ്ങൾ പലതും പൂർണ്ണമായി തന്നെ കത്തി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. 11 അഗ്നിശമന സേന വിഭാഗങ്ങൾ അവിടെ എത്തിയാണ് ഈ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായവും പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡൽഹി മലിനീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പുകമഞ്ഞിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, അതിൻ്റെ ഒരു രൂക്ഷമായിട്ടുള്ള, അതിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള മുഖമാണ് ഇന്നത്തെ ഈ അപകടത്തിലൂടെ ദൃശ്യമായത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിലെ വായു ഗുണനിലവാരം ഗുരുതര വിഭാഗത്തിൽ തുടരുന്നു. വായു മലിനീകരണം രൂക്ഷമായതോടെ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമാക്കി. വായു മലിനീകരണം മൂലമുള്ള കനത്ത പുകമഞ്ഞ് കാരണം കഴിഞ്ഞ ദിവസം 100-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ശരാശരി AQI 427 നിലയിലാണ്. 4 ദിവസമായി ഡൽഹിയിൽ വായു മലിനീകരണം ഗുരുതര വിഭാഗത്തിലുമാണ്. മെസ്സി ഇന്ന് റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിക്കും. ഇന്നലെ ഡൽഹി സന്ദർശനം പൂർത്തിയാക്കിയ മെസ്സി ജാംനഗറിലെത്തിയിരുന്നു. ആനന്ദ് അംബാനിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം വൻതാരയിലെത്തുന്നത്.
നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരായ പ്രോസിക്യൂഷൻ അപ്പീൽ നടപടിക്ക് തുടക്കം. 8ാം പ്രതി ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകുക. അപ്പീൽ സാധ്യത റിപ്പോർട്ട് ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറും. ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിലെ 1ാം പ്രതിയായ പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാഹുൽ ഈശ്വറിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IFFK സ്ക്രീനിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരെ രഹസ്യമൊഴി നൽകി അതിജീവിത. IFFKയിലെ ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തകയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയത്. കേസിൽ കണ്ടോൺമെന്റ് പോലീസ് വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. IFFK സ്ക്രീനിങ്ങിനിടെ സംവിധായകനും ജൂറി അംഗവുമായ PT കുഞ്ഞുമുഹമ്മദ് മോശമായി പെരുമാറിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ മാസം IFFK ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം കഴിഞ്ഞ 8ാം തീയതിയാണ് കന്റോൺമെന്റ് പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ചലച്ചിത്ര പ്രവർത്തക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയത്. പരാതിക്ക് നിയമസാധുത കൈവന്ന പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. IFFK സ്ക്രീനിംഗ് നടക്കുന്നതിനിടെ തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് സംവിധായകൻ കുഞ്ഞു മുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് അതിജീവിതയുടെ പരാതി. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ തടവുകാരൻ മർദ്ദിച്ചുവെന്ന് പരാതി. പോക്സോ കേസ് പ്രതിയായ രാഹുലാണ് മർദ്ദിച്ചത്. മറ്റൊരു മുറിയിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. സുമേഷ് മോറാഴ വിവരങ്ങൾ പങ്കുവെക്കും. സുമേഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. ഈ കോഴിക്കോടിലെ ഒരു പോക്സോ കേസ് പ്രതി രാഹുലാണ് മർദ്ദിച്ചത്. ഈ അസിസ്റ്റന്റ് സൂപ്രണ്ട് അനസിനാണ് മർദ്ദിച്ചത്. ഇദ്ദേഹത്തിന്റെ ഈ മർദ്ദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ പോക്സോ കേസ് പ്രതിയായി ഈ പ്രധാനപ്പെട്ട 1ാം ബ്ലോക്കിലാണ് ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്ന് ന്യൂ ബ്ലോക്ക്, അതായത് പ്രത്യേകമായിട്ടുള്ള സിംഗിൾ സെല്ലിലേക്ക് മാറ്റണം എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ ഈ ആവശ്യം അസിസ്റ്റന്റ് സൂപ്രണ്ട് കേട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 ദിവസമായി ഇദ്ദേഹത്തെ ഇയാൾ സമീപിക്കുകയും അസിസ്റ്റന്റ് സൂപ്രണ്ട് ഈ ആവശ്യം നിറവേറ്റി കൊടുക്കുകയും ചെയ്തില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അങ്ങനെ ഇദ്ദേഹത്തെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അങ്ങനെ നിസ്സാരമായി പരിക്കേറ്റായി അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ ജില്ലാ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത, ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാത്രം 97,074 ഭക്തർ ശബരിമലയിലെത്തി. ഇന്നും തിരക്ക് തുടരുകയാണ്. രാവിലെ 8 വരെ 33,334 ഭക്തർ മല ചവിട്ടി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയ ഭക്തരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. 4.5 ലക്ഷം ആളുകളുടെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇതുമാത്രമല്ല, മണ്ഡലപൂജയോടനുബന്ധിച്ച് പ്രത്യേക ക്രമീകരണം ഒരുക്കുമെന്ന് സന്നിധാനം SO P ബാലകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. ശബരിമലയിൽ വലിയ തിരക്ക് തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ 18ാം പടിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലായിടത്തും. അതായത് ഇന്നലെ ഏതാണ്ട് 97,000 ഭക്തജനങ്ങളാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും സമാനമായ രീതിയിലുള്ള തിരക്കുകളുടെ കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശബരിമല ഈ മണ്ഡല പൂജ ഏതാണ്ട് അടുത്തു വരികയാണ്. ഇനിയുള്ള ക്രിസ്മസ് അവധി സമയങ്ങളൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി സന്നിധാനം SO P ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഒരു തിരക്കിലേക്ക് വീണ്ടും മാറുകയാണല്ലോ. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു.
അതെ, കഴിഞ്ഞ ശനിയും ഞായറും തിരക്ക് വളരെ കുറവായിരുന്നു. ഇന്നലെ മുതൽ വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ധനു ഒന്നായതുകൊണ്ട് അതിന്റെ തിരക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് തിരക്കുണ്ടെങ്കിലും ഭക്തർക്ക് സുഖമായ ദർശനത്തിന് വേണ്ടിയിട്ട് പോലീസ് സൗകര്യം ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു മണിക്കൂറിൽ കൂടുതൽ ഭക്തർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. ആ രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. എവിടെയും വല്ലാതെ തിങ്ങിക്കൂടുന്ന സാഹചര്യം, അങ്ങനെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. എന്തായാലും ഫ്ലോ കറക്റ്റാണ്. അതെ, ഫ്ലോ കറക്റ്റായിട്ട് ആൾക്കാർ കൂടുന്നുണ്ടെങ്കിലും പോലീസ് കൃത്യമായ രീതിയിൽ അത് മാനേജ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊരു തങ്ങിനിൽപ്പ് എവിടെയില്ല. ഇന്നലെ രാത്രിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു മണിക്കൂർ തന്നെ ആ ക്യൂ ഒക്കെ നിയന്ത്രണ വിധേയമാക്കി ഭക്തർക്ക് സുഖമായ ദർശനം ഏർപ്പാടാക്കി കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ക്രിസ്മസ് അവധിയാണല്ലോ സാറേ, പിന്നെ മണ്ഡലപൂജ വരുന്നത്. അപ്പം കുറച്ചുകൂടി ഒരു ക്രമീകരണം ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്താണ്? അതെ, നാളെ മുതൽ പുതിയ പോലീസ് സംഘം, ഇനി 28 വരെ പുതിയ പോലീസ് സംഘമാണ് ചുമതലയേൽക്കുന്നത്. നാളെ രാവിലെ പുതിയ സംഘം എത്തും. അതുമായി ബന്ധപ്പെട്ടിട്ട് നാളെ ബ്രീഫൊക്കെ ഉണ്ട്. പുതിയ സംഘത്തിനും ഇതേ രീതിയിൽ ഏറ്റവും സുഖമായ രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ സജ്ജീകരണമൊക്കെ റെഡിയാണ്. ഏകദേശം 1600ഓളം പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രീഫിംഗ് ഒക്കെ നാളെ ഉണ്ടാവും. എന്തായാലും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കുറച്ചുകൂടി തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയൊക്കെ ആയിരുന്നു 1,10,000 ഭക്തർ എത്തിയത്. ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്ക്. ഈ സീസണിൽ തന്നെയാണ് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഇതുവരെയുള്ള തിരക്കിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നത്. ഏതാണ്ട് 4 ലക്ഷം ഭക്തർ അധികമായി ശബരിമല സന്നിധാനത്തെത്തി എന്നുള്ളതാണ് കണക്ക്. എന്തായാലും ഇത്തവണയും അതേ ഈ ഒരു തിരക്കുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരുപാട് മണിക്കൂറുകളുടെ ക്യൂ ഒന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള ഒരാഴ്ചക്കാലം പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെയുള്ളത്. ശരി. വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടന്നില്ല. കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. ഡ്രോണിൽ പതിഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. കടുവയ്ക്ക് അടുത്തേക്ക് എത്താൻ കുങ്കി ആനകളെ ഇറക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. ജയരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ജയരാജ്, കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ വലിയ നിരീക്ഷണമുണ്ട് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഈ കടുവ ജനവാസ കേന്ദ്രത്തിൽ തുടരുന്നുവെന്ന ഭീതി ഉണ്ടോ അവിടെ? രഞ്ജിത്ത്, ഇന്നലെ രാവിലെയാണ് ഈ പടിക്കം വയലിൽ ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങിയത്. ഒരുപക്ഷെ ഈ കാടിനോട് അടുത്തുള്ള ഒരു സ്ഥലം കൂടിയല്ല ഈ പടിക്കം വയൽ എന്ന് പറയുന്നത്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കടുവ ഇറങ്ങിയത് തന്നെ ജനങ്ങളിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവ ഇറങ്ങിയതിന് ശേഷം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ വരെ തുടർന്നിരുന്നു. ഡ്രോണിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. പക്ഷെ കടുവയുടെ ഒരു സാന്നിധ്യം 1-2 സ്ഥലത്ത് കണ്ടെങ്കിലും അത് മാറി മാറി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ കുങ്കിയാനകൾ എത്തുകയും അവയെ കൂടിയുള്ള ഒരു തെരച്ചിലിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് പോകുന്നത്. മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ഒരു ഉദ്ദേശം. അല്ലെങ്കിൽ കൂട് വെക്കും. പക്ഷേ ഇതിനെ കണ്ടെത്തണമെങ്കിൽ ഈ കുങ്കിയാനകളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തരായ 2 ആനകൾ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചറിയുള്ള 2 ആനകൾ, അതായത് ഭരത് എന്ന് പറയുന്ന ഒരാനയും മറ്റൊരാനയുമാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ ആനകൾ വന്നതിന് ശേഷം ഇവിടെ തെരച്ചിൽ നടത്തും. അതിനുശേഷം അതിന്റെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആനയെ മയക്കുവെടി വെക്കുക, കടുവയെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്നിട്ടും നടന്നില്ലെങ്കിൽ കൂട് വെക്കാനാണ് വനംവകുപ്പിന്റെ ഒരു തീരുമാനം. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, ശരി. പാലക്കാട് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചവരെ പുറത്താക്കി. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അംഗം ഖാജ ഹുസൈൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദാം ഹുസൈൻ, വണ്ടാഴി പഞ്ചായത്ത് മുൻ അംഗം ഷാനവാസ് സുലൈമാൻ എന്നിവരെയാണ് പുറത്താക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദാം ഹുസൈനെ പാർട്ടി പുറത്താക്കുന്നത് ഇത് 2ാം തവണയാണ്. പാലക്കാട് നഗരസഭയിൽ സദാം ഹുസൈന്റെ വ്യാപാര സംഘടനയുടെ പേരിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ ഇലക്ഷൻ ഗാനമാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിന്റെ ഈണത്തിലുള്ള പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന വരികൾ UDF MP-മാർ പാർലമെന്റിന് മുൻപിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ പാടിയിരുന്നു. വൈറലായ ഈ ഗാനത്തിന് പുറകിലുള്ളവർ ന്യൂസ് 8-നൊപ്പം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വർണം കട്ടവരാരപ്പ എന്ന പാട്ട് പാർലമെന്റിൽ വരെ ഇപ്പോ തരംഗമായിട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ മുഖ്യ പ്രചരണ ഗാനമായിരുന്നു അത്. അതിനുശേഷം മലപ്പുറത്ത് പ്രത്യേകിച്ച്
UDF തൂത്തുവാരിയതോടെ എല്ലാ ആഘോഷങ്ങളിലും ഈ പാട്ടാണ് അലയടിക്കുന്നത്. ആ പാട്ടിന് പിന്നിലുള്ളവരാണ് എന്നോടൊപ്പം ചേരുന്നത് ഡാനിഷും ഹയ്യും സുബൈർക്കയും. ഹയ്യേ, നമ്മള് പ്രതീക്ഷിക്കാത്തൊരു റീച്ചാണല്ലോ പാട്ടിനുണ്ടായത്. എന്താ പറയുക, വലിയ ഓളുണ്ടാക്കി. വലിയ ഓളം തന്നെ അത് ഓളുണ്ടാക്കേണ്ട പാട്ടാണ്. കാരണം സമകാലിക വിഷയങ്ങളെല്ലാം കോർത്തിണക്കൊണ്ട് ഈ അടുത്ത് അങ്ങനത്തെ ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ശബരിമല സീസണാണ്, ശബരിമലയാണ് വിഷയം, ശബരിമലയോട് ചേർന്നൊരു ട്യൂണാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പാട്ടിന്റെ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയൊരു കറക്റ്റ് ടൈം, എല്ലാം കൊണ്ടും കറക്റ്റ് ടൈം ആയെന്നുള്ളതാണ്. അതാണ് അപ്പോൾ അതിലേക്ക് ആപ്റ്റായിട്ടുള്ള ശബ്ദം ഡാനിയുടേത് കൂടി വന്നപ്പോൾ എന്തായി, അത് കേരളം ഇന്ന് പാൻ ഇന്ത്യ എന്ന് വരെ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ലാണ്. അതിന്റെ ഈ ഗാനം എന്ന വഴികളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറയും. എങ്ങനെയാണ് ഡാനിഷ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ഞാൻ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ വർക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പാണ് ഈ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് എഴുതിയ ആളെടുത്ത് പറയണം, അദ്ദേഹം GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറ, അദ്ദേഹമാണ് വരി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇത് വരി എഴുതി ഹനീഫ മുടിക്കോട് പറയും, സംഗീത സംവിധായകനാണ്, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഇത് എനിക്ക് തന്നു, ഈ പാടി നോക്ക്, അങ്ങനത്തെ ഒരു വിഷയമാണ്, എനിക്ക് പറ്റിയ ട്യൂണാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാടി വെച്ചു. പിന്നെ ഇത് പുറത്തിറക്കുന്നത് സുബൈർക്കാണ്. സുബൈർക്ക് അത് ഏറ്റെടുത്ത് പുറത്തിറക്കി, അത് റീലായിട്ട് ഇറക്കി. പക്ഷെ ആ റീലിൽ ഞാനല്ല ഉള്ളത്, അത് വിഷ്വലിൽ നിൽക്കുന്നത് നമ്മളെ സുബൈർക്കാട് തന്നെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള നസീർ എന്ന് പറയും, അദ്ദേഹമാണ്. അങ്ങനെ അന്ന് ആ പാട്ട് കുറച്ച് വൈറലായി. അതിനുശേഷം പിന്നെ ഹയ്യക്കാട് ഒരു പ്രോഗ്രാമിന് എന്നെ കൊണ്ട് പെട്ടെന്നൊരു പാടിക്കായിരുന്നു ഈ പാട്ട്. താനൂര് ഒരു പ്രോഗ്രാം പെട്ടെന്ന് പാടിച്ച് ആ റീല്, ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വൈറലായി. 3 മില്യൺ ആൾക്കാരൊക്കെ അതിനുശേഷം പിന്നെ ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു എല്ലാ സ്ഥലത്തും ആ പാട്ട് കേൾക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ റീലിലേക്ക് ഈ പാട്ട്? ഈ GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം നാദാപുരത്തെ ഖത്തറിലാണ്, അയാൾ പ്രവാസിയാണ്. അയാൾ ഇതുപോലുള്ള ആനുകാലിക വിഷയങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ട് അനീഫാക്കോ എനിക്കൊക്കെ അയച്ചു തരും. ഇങ്ങനെയാണ് ഈ വരികൾ എത്തുന്നത്. അതിൽ അനീഫ പിന്നെ ഇവനെ കൊണ്ട് പാടിച്ച്, ഡാനിഷിനെ കൊണ്ട് പാടിച്ചതിന് ശേഷം അത് വിഷ്വലിൻ്റെ ഇവനോട് ചോദിച്ചു. അതിൽ ഡാനിഷ് എന്തായാലും നിൽക്കുമല്ലോ, അവന് പേടിച്ചിട്ടാണോ എന്തെന്നറിയില്ല. ഓന് ഏകദേശം ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ഡാനിയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ളത്. ഹൈ സ്റ്റേജിൽ പാടിച്ചപ്പോഴാണ് ആളുകൾ അറിയണത്. അങ്ങനെ വേറൊരാളെ വെച്ചിട്ട് അവർ വിഷ്വൽ ചെയ്തു, അത് റീൽസ് ആക്കിയിട്ട് നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണ ഗാനങ്ങൾ തയ്യാറാക്കി കൊടുക്കണോണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലക്കാണ് ഇത് പുറത്തിറക്കണം. അതോടുകൂടി തന്നെ തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ കണ്ടമാനം ആളുകൾ വിളിക്കലും വർക്ക് ഒക്കെ അത്യാവശ്യത്തിന് നല്ല വർക്കുകളൊക്കെ സംഭവിച്ചു. പിന്നെ ഇതിൻ്റെ പല്ലവി മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ഇതിൻ്റെ അനുപല്ലവി ഉണ്ടോ, ഇതിൻ്റെ ഫുൾ സോങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിരന്തരമായിട്ടുള്ള കോളുകളൊക്കെ. അപ്പോൾ ഓഡിയോ ആയിട്ട് വിട്ടുകൊടുത്തു, റീൽസ് മാത്രമേ ഇത് ചെയ്തുള്ളൂ. അങ്ങനെ ഇത് കൈവിട്ടുപോയി. ഇപ്പോൾ എല്ലാ സ്ഥലത്തും പാർലമെന്റിൽ വരെ എത്തി, കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ആയുധമായിട്ട് ഇവരുടെ ഗാനം മാറി. അതാണെങ്കിൽ UDFനെ സംബന്ധിച്ച് ആ വലിയ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതിന്റെ സന്തോഷം കൂടിയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഇതിന് തുടർച്ച കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവരിൽ നിന്ന് ഇനിയും ഒട്ടേറെ UDFന് അനുകൂലമായിട്ടുള്ള അത്ഭുത ഗാനങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. അഖിലോട് പറഞ്ഞൊപ്പം CB അനുമോദ്, News 18.